ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് ജോലി ചെയ്തതിന്റെ ശമ്പളമാ. ഇതെന്തിനാ എന്നെ ഏൽപ്പിക്കുന്നത്? അല്ല, വീട്ടിലെ ഗൃഹനാഥൻ പണം കൊണ്ടുവരും. അത് ആവശ്യങ്ങൾക്കായിട്ട് ചെലവാക്കേണ്ടത് ഗൃഹനാഥന്റെ ഡ്യൂട്ടിയാണ്. ഇതുപോലുള്ള പരാതികൾ വരാതിരിക്കാനാണ് സാർ ഞാൻ തന്നെ ചെറുതും വലുതുമായ എല്ലാവിധ കൺസ്ട്രക്ഷൻസിന്റെയും മേൽനോട്ടം വഹിക്കുന്നത്. 47 എഞ്ചിനീയേഴ്സ് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. മറ്റ് സ്റ്റാഫുകളെ കൂടി എടുത്താൽ 147 പേർ ഇവിടെ സ്റ്റാഫാണ്. താങ്കൾ ഒറ്റയ്ക്ക് കമ്പനിയുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലെല്ലാം പോകുന്നു, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള മെറ്റീരിയൽസിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് നടത്തുന്നു. അങ്ങനെയുള്ളപ്പോ ഇത്രയും സ്റ്റാഫുകളുടെ ആവശ്യമില്ലല്ലോ ആകാശേ. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമല്ലേ? അറിയാം. ഉദാഹരണത്തിന് എന്റെ സൈറ്റിൽ നിങ്ങൾ നിർത്തിയിരിക്കുന്ന സെക്യൂരിറ്റിയുടെ കാര്യം തന്നെ നോക്ക്. ഈ പ്രായത്തിലുള്ള ഒരു സെക്യൂരിറ്റി യഥാർത്ഥത്തിൽ ഈ കമ്പനിക്കൊരു ബാധ്യതയാണ്. മൾട്ടിപർപ്പസിനായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനെ വേണം വെക്കാൻ. താങ്കൾ പറയുന്നത് ശരിയാ. ആളിത്തിരി ഏജ് ഓവറാ. ഇത് ജഗന്റെ റെക്കമെൻഡേഷനിൽ വന്ന ആളാ. എന്നാലും വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങാതെ അയാൾക്ക് എന്തെങ്കിലും ജോലി ചെയ്തൂടെ? കമ്പനിയോട് ഒരു കൂറെങ്കിലും വേണ്ടേ? അന്ന് സിമന്റ് ഇറക്കാൻ പറഞ്ഞപ്പോ അയാൾ മനഃപൂർവ്വം സിമന്റ് ചാക്ക് പൊട്ടിച്ചു. ഇപ്പൊ തന്നെ പുറകുവശത്താകെ കാട് പിടിച്ചെടുക്ക. അയാളെ കൂടെ അത് വൃത്തിയാക്കാൻ നിർത്തിക്കൂടെ? ശരിയാണ്, അയാളെ കൊണ്ടത് ചെയ്യിക്കണം. ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഉണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി സാർ. ജനങ്ങളിനെ കാണുന്നില്ലല്ലോ വന്ദനമ്മ. ദിയമോൾക്ക് പേടി തോന്നുന്നു. മോളെന്തിനാ പേടിക്കുന്നേ? വന്ദനമ്മയല്ലേ കൂടെ? മുത്തശ്ശി പറഞ്ഞ കഥയില് പട്ടി കരയ്ക്കുന്ന സമയത്തായി കള്ളന്മാര് വരുന്നത്. ദിയമോൾക്ക് പേടിയാവുന്നു വന്ദനമ്മ. പേടിക്കണ്ട, മുത്തശ്ശി അതൊക്കെ വെറുതെ പറഞ്ഞതാ. അങ്കിൾ എന്താ വരാൻ വൈകുന്നത്? ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് അങ്കിളിന് അറിയില്ലേ? ജോലി അന്വേഷിച്ചു പോയതല്ലേ, കുറച്ചലഞ്ഞു തിരിയേണ്ടി വരും. എനിക്ക് പേടിയാവുന്നു വന്ദനമ്മേ. പേടിക്കണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ. പട്ടി മോങ്ങുന്നതിന് എന്തിനാ പേടിക്കുന്നേ? അത് വിശന്നിട്ട് കരയുന്നതാ. അതിനതിന്റെ അമ്മ ചോറ് കൊടുക്കില്ലേ? കൊടുക്കും, അപ്പൊ കരച്ചിൽ നിർത്തും. അപ്പുറത്തെ വീട്ടിലെ രമ്യാന്റിനെ ഇങ്ങോട്ട് വിളിച്ചാലോ? ആന്റി വന്നാ അവിടുത്തെ മോൾ ഒറ്റയ്ക്കാവില്ലേ? ആ മോളെയും കൂടി ഇങ്ങോട്ട് വിളിച്ചാ മതി. അങ്കിൾ. മോളെ, അങ്കിൾ എന്താ ഇത്ര വൈകിയത്? അങ്ങനെ പെട്ടെന്ന് വണ്ടിയൊന്നും കിട്ടുന്ന സ്ഥലമല്ലല്ലോ മോളെ, നടക്കേണ്ടി വന്നു.
ഇതെന്താ ജഗൻ ടീഷർട്ടിലൊക്കെ കരിയും പൊടിയൊക്കെ പറ്റിയിരിക്കുന്നേ? അത് വന്ദനെ ഒരു വർക്ക്ഷോപ്പിലാണ് ജോലി കിട്ടിയത്. വർക്ക്ഷോപ്പിലെ പണിയാകുമ്പോ കുറച്ച് കരിയും പൊടിയൊക്കെ പറ്റുമല്ലോ. അല്ല, എന്താ രണ്ടാൾക്കൊരു വിഷമം? ഈ ജോലി മോശം ജോലിയാണെന്ന് കരുതിയിട്ടാണോ? എല്ലാ ജോലികൾക്കും അതിൻ്റെതായ അന്തസ്സുള്ളതാ. അങ്ങനെ അമ്മായിയച്ഛന്റെ ജോലി തന്നെ മരുമകനും കിട്ടി അല്ലേ? ആ, അതില് അഭിമാനിക്കല്ലേ വേണ്ടത്, അല്ലേ മോളെ? നാളെ മുതല് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പണി എന്തേലും ഉണ്ടോ എന്ന് ഞാനൊന്ന് തിരക്കട്ടെ. തൽക്കാലം അത് വേണ്ട വന്ദനെ. ഇവിടെ അടുത്ത് ബേക്കറി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീടുണ്ടെന്ന് രമി ചേച്ചി പറയുന്നത് കേട്ടു. അതിന്റെ പാക്കിംഗ് പരിപാടികൾ നോക്കിയാൽ മതിയല്ലോ. തൂക്കം എഴുതി ഒട്ടിച്ച് പാക്ക് ചെയ്താൽ മതി. പാക്കിംഗ് കൂലി കിട്ടും. അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം വന്ദന പണിയൊന്നും എടുക്കണ്ടെന്ന്. ഭർത്താവ് പണിയെടുത്ത അഭിമാനം, ഭാര്യ പണിയെടുത്താലോ ദുരഭിമാനം. ആ ചിന്തഗതി ശരിയല്ല. പ്രത്യേകിച്ച് ജഗനെ പോലെ പൊതുപ്രവർത്തകനായ ഒരാൾക്ക്. എനിക്കും കൂടി ഒരു വരുമാനം അത്യാവശ്യമാണ്. നാളെ ആവട്ടെ, എന്തെങ്കിലും ഒരു വഴി നോക്കണം. ഇന്ന് ജോലി ചെയ്തതിന്റെ ശമ്പളമാ. ഇതെന്തിനാ എന്നെ ഏൽപ്പിക്കുന്നത്? അല്ല, വീട്ടിലെ ഗൃഹനാഥൻ പണം കൊണ്ടുവരും. അത് ആവശ്യങ്ങൾക്കായിട്ട് ചെലവാക്കേണ്ടത് ഗൃഹനാഥന്റെ ഡ്യൂട്ടിയാണ്. എന്താ, അതല്ലേ നാട്ടു നടപ്പ്? ഇത് പിടിക്കു വന്നനെ. അതൊന്നും വേണ്ട. വരവും ചെലവും എല്ലാം ജഗൻ തന്നെ നോക്കിയാ മതി. മാനത്തെ കൊട്ടാ